കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്തോത്രം. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ഏകദേശം 2 ആഴ്ചയോളമായി നമ്മൾ ഒരു ഒരുക്കത്തിലായിരുന്നു. ബഥാനിയ ഗോസ്പൽ മിനിസ്ട്രിയിൽ നാം ആദ്യമായിട്ടാണ് കർത്തൃമേശയില് പങ്കുകാരാകുവാനായിട്ട് തയ്യാറാകുന്നു. അതിനാൽ ദൈവത്തെ സ്തുതിച്ച് നമുക്ക് മഹത്വപ്പെടുത്താം. ഈ ഒരു ആലോചന നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ ഈ വിഷയം ദൈവസന്നിധിയിൽ നാം വെക്കുകയും കർത്താവ് നമ്മളോട് വളരെ ഹൃദയമായി ഇടപെടുകയും തിരുവെഴുത്തുകളിലൂടെ, വചന വെളിപ്പാടുകളിലൂടെ, ദൂതുകളിലൂടെ കർത്താവ് നമ്മോട് ഇടപെടുകയും ചെയ്തു. അതിന്റെ അനന്തരഫലമായിട്ട് ഇന്ന് ഒരുക്കപ്പെട്ട മേശയിൽ നമുക്ക് ഒരുമിച്ച് ഇന്നായിരിക്കുവാൻ, നമുക്ക് ഒരുമിച്ച് ശുശ്രൂഷിക്കുവാൻ, നമുക്ക് ഒരുമിച്ച് ശുശ്രൂഷ അനുഭവിക്കുവാനായിട്ട് ഇടവന്നിരിക്കുക. ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് സ്തോത്രത്തിൽ ജാഗരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ അനീഷ് ബ്രദർ ഹല്ലേലൂയ ഈ ശുശ്രൂഷയെ ലാക്കാക്കി എല്ലാവരെയും ദൈവസ്ഥാനത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കുമല്ലോ. പ്രാർത്ഥിക്കുന്ന കർത്താവേയും ശക്തിയിരിക്കുവാൻ സഹായിക്കണമേ. ആത്മാവിന്റെ മറവിൽ നിറഞ്ഞു ഞങ്ങളെ വീണ്ടും താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവെ, ഭക്ഷിച്ച് കർത്താവ് ഞങ്ങൾ ആത്മീയ ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനുജനനം എടുത്ത യേശുരാജൻ സമീപേ നിൽപ്പൂ, ഏറ്റുകൊള്ളവനെ തള്ളാതെ, ഏറ്റുകൊള്ളവനെ തള്ളാതെ. ഹീനമനുജനനം എടുത്ത ഏറ്റുകൊള്ളവനെ തള്ളാതെ
പരവാൻ ആരും തന്നില്ലാതെ ആരുമാ രക്ഷകൻ ഏകനായി മരിച്ചു ആ പാടുകൾ നീ രക്ഷയ്ക്കായി ആ പാടുകൾ നീ രക്ഷയ്ക്കായി ഹീനമനോജനനം എടുത്താം യേശുരാജൻ നിൻ സമീപേ നിൽപ്പൂ ഏറ്റുകൊള്ളവനെ തള്ളാതെ ഏറ്റുകൊള്ളവനെ തള്ളാതെ. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ അതിപ്രധാനമായ ഒരു പുസ്തകം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം നമുക്ക് തുറക്കാം. നാം ഒരുമിച്ച് ആ വാക്യങ്ങൾ ധ്യാനിക്കുമ്പോൾ പ്രിയ വെനക്ഷൻ ബ്രദർ ദേവസഭയിൽ എഴുന്നേറ്റ് നിന്ന് 53 1 മുതൽ 12 വരെ ഉള്ള വാക്യങ്ങൾ ഇപ്പോൾ ഉറക്കെ വായിച്ച് നമ്മെ സഹായിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. எங்கள் மூலமாய் கேள்விப்பட்டதை விசுவாசித்தவன் யார்? கர்த்தருடைய புயம் யாருக்கு வெளிப்பட்டது? இளங்கிளையை போலவும் வறண்ட நிலத்திலிருந்து துளிர்கிற வேரை போலவும் அவருக்கு முன்பாக எழும்புகிறார். அவருக்கு அழகும் இல்லை, சௌந்தரியம் இல்லை. அவரை பார்க்கும்போது நாம் அவரை அக்கிரமருக்காக வேண்டிக் கொண்டது நிமித்தம் அநேகரை அவருக்காக பங்காக கொடுப்பேன். பலவான்களை அவர் தமக்கு கொள்ளையாக பங்கிட்டுக் கொள்வார். സ്തോത്രം. അവൻ തന്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയുകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടം നിന്നും കൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യാൽ തന്നെ കർത്താവ് മരണം സ്വയമേ വഹിച്ചതാണ്. അവനെ കൊല്ലുകയല്ലായിരുന്നു, അവൻ ആ മരണം സ്വയം നമുക്ക് വേണ്ടി ഏറ്റെടുക്കുകയായിരുന്നു. വായിച്ചപ്പോൾ കേട്ടു, നാമൊക്കെയും ആടുകളെ പോലെ, ചിതറിപ്പോകുന്ന ആടുകളെ പോലെ താന്റെ വഴിക്ക് തിരിഞ്ഞവരായിരുന്നു. അതിനാൽ തന്നെ നാം അകൃത്യം ചെയ്തവരായിരുന്നു. നമ്മുടെ അകൃത്യത്തിന് വേണ്ടി അവൻ അടിയേറ്റു. സ്തോത്രം. 52-ന്റെ അവസാന ഭാഗം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: എന്റെ ദാസൻ കൃതാർത്ഥനാകും, അവൻ ഉയർന്നു പൊങ്ങി അത്യന്തം ഉന്നതനായിരിക്കും. അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമായിരിക്കൊണ്ട് പലരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോയതുപോലെ. സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യൻ ആണ് എന്ന് തോന്നുവാൻ കഴിയാത്ത വിധത്തിൽ അവൻ അടിയേറ്റു, അവൻ പങ്കപാടേറ്റു. എല്ലാം നമുക്ക് വേണ്ടി നമ്മുടെ ഹല്ലേലൂയ നമ്മുടെ അതിക്രമങ്ങൾ, നമ്മുടെ പാപം അവന്റെ മേൽ വഹിച്ച് സ്തോത്രം കുരിശിൽ ഹല്ലേലൂയ പാപയാഗ ബലിയായി തീരുവാൻ സ്തോത്രം ഒരിക്കലായിട്ട് പാപയാഗ ബലിയായി തീർന്ന മുഴു ലോകത്തിന്റെയും പാപത്തിന് നിത്യമായ പരിഹാരം ഉണ്ടാക്കുവാനായിട്ട് സ്തോത്രമേ വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു ചില വാക്യങ്ങൾ കൂടെ അവിടെയുണ്ട്. സ്തോത്രം. ഇന്ന് നാം ദൈവമക്കളായിരിക്കുമ്പോൾ നമുക്ക് അനുഗ്രഹത്തിനായിട്ട് സ്തോത്രം അതിന്റെ 5-ാം വാക്യം നാം വായിക്കുമ്പോൾ, എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും. അവൻ മുറിവേറ്റത് വെറുതെ അല്ല, നാം ഓരോരുത്തരുടെയും അതിക്രമങ്ങളും പാപങ്ങളും നിമിത്തം സ്തോത്രം നമ്മുടെ അകൃത്യ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേൽ ആയി. കഴിഞ്ഞ ആഴ്ച നാം ധ്യാനിച്ച ഒരു വിഷയമാണ് ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം എന്നുള്ള വിഷയം. സ്തോത്രം. എന്താണ് ജസ്റ്റിഫിക്കേഷൻ എന്നും എന്താണ് നീതീകരണമെന്നും നാം തിരുവചനത്തെ അടിസ്ഥാനമാക്കി കഴിഞ്ഞ ആഴ്ച പഠിക്കുകയുണ്ടായി, ധ്യാനിക്കുകയുണ്ടായി. സ്തോത്രം. ഹല്ലേലൂയ. നമ്മെ നീതീകരിക്കുവാനായിട്ട് നമ്മുടെ പാപത്തിന്റെ ശിക്ഷയായിരിക്കുന്നതായ മരണം അവൻ സ്വയം അവന്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് ആ മരണത്തിന്മേൽ ജയം കൊണ്ടാടി. സ്തോത്രം. ഹല്ലേലൂയ. അവൻ മരണത്തെ തോൽപ്പിച്ചു, മരണത്തിന്റെ മേൽ നിത്യമായി ജയം കൊണ്ടാടി നമുക്ക് ആ ജയത്തിൽ പങ്കാളികളാകുവാനുള്ള ഒരു വഴിയൊരുക്കി തന്നു. സ്തോത്രം. ഹല്ലേലൂയ. കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് നമുക്ക് മുൻപായിട്ട് അവൻ പോയി. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഓർത്തു നോക്കുക, ഇത് നമുക്ക് വളരെ ആശ്വാസത്തിനുള്ള ഒരു വാക്യമാണ്. ഈ 5-ാം വാക്യം നമുക്ക് വേണ്ടി അടിയേറ്റു, ആ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നു നിൽക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ശാരീരിക സൗഖ്യം മാത്രമല്ല, ആന്തരിക സൗഖ്യം, വൈകാരിക സൗഖ്യം, മാനസിക സൗഖ്യം, ആത്മീക സൗഖ്യം എല്ലാം ഇതിലുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഈ ലോകത്തിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ സ്തോത്രം നമ്മുടെ മേൽ വന്നിരിക്കുന്ന, നമ്മൾ അനുഭവിക്കുന്ന എല്ലാ കഷ്ടതകൾക്കും, എല്ലാ പ്രയാസങ്ങൾക്കും, എല്ലാ രോഗദുരിതങ്ങൾക്കും സ്തോത്രം
ഏക പരിഹാരമായിട്ട് അവൻ ഓരോ അടിയും ഏറ്റു. സ്തോത്രം. ഹല്ലേലൂയ. അവനേറ്റ ഓരോ അടിയും നമ്മുടെ ഓരോ പ്രയാസത്തിനു വേണ്ടി, നമ്മുടെ ഹല്ലേലൂയ നമ്മൾ ചെയ്തു കൂട്ടിയ ഓരോ പാപത്തിനു വേണ്ടി നമ്മെ ആ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി. സ്തോത്രം. ഹല്ലേലൂയ. നാം ഈ ഭാഗം സന്തോഷത്തോടെ ചിന്തിക്കുമ്പോൾ സ്തോത്രം, പൗലോസ് അപ്പോസ്തലൻ കർത്താവിൽ നിന്ന് ഈ ഹല്ലേലൂയ ഇത് പ്രാപിച്ച് നമുക്ക് ഏൽപ്പിച്ചു തന്നപ്പോൾ അതിന്റെ അവസാന ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ സ്തോത്രം, നമുക്ക് തുറക്കാം 1 കൊരിന്ത്യർ 11-ാമത്തെ അധ്യായം. സ്തോത്രം. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 11-ാമത്തെ അധ്യായം അതിന്റെ 27 മുതലുള്ള വാക്യം സ്തോത്രം ഒരു സഹോദരിക്ക് വായിക്കാം. അയോഗ്യമായി അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാതിനാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും ആകുന്നു. സ്തോത്രം. ഈ 2 വാക്യ ഭാഗങ്ങൾ വെച്ച് കുറച്ചു നേരം നമുക്ക് ഒന്ന് ചിന്തിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് നമ്മെ തന്നെ ഒരുക്കി ഈ കർത്തൃമേശയിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ 53-ാം അധ്യായത്തിൽ പറയുന്നു, അവൻ നമുക്ക് വേണ്ടി അടിയേറ്റു, നമ്മുടെ അകൃത്യം അവന്റെ മേൽ ചുമത്തപ്പെട്ടു, നമുക്ക് വേണ്ടി അവൻ മരിച്ചു, അവൻ ഏറ്റ അടിയൊക്കെയും നമ്മുടെ സൗഖ്യത്തിനാണ്. അപ്പോൾ കർത്തൃമേശയിൽ സൗഖ്യമുണ്ട്. കാരണം കർത്തൃമേശ എന്ന് പറയുന്നത് അവന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും അവൻ വരുവോളം ഓർമ്മിക്കേണ്ടതിന് നാം കൊണ്ടാടുന്ന ഒരു ശുശ്രൂഷയാണ്. അപ്പോൾ തന്നെ അതിന് തൊട്ട് അപ്പുറത്ത് നാം ഇപ്പോൾ വായിച്ചു, അയോഗ്യമായിട്ട് ഇതിൽ പങ്കെടുത്താൽ, അയോഗ്യമായി നിങ്ങൾ ഈ മേശയിൽ നിന്ന് ഭക്ഷിച്ചാൽ അത് നിങ്ങളെ രോഗികളാക്കും. സ്തോത്രം. വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. രോഗിയായിരിക്കുന്ന ഒരു വ്യക്തി യോഗ്യതയോടെ ഇതിൽ പങ്കെടുത്താൽ ആ വ്യക്തിക്ക് രോഗസൗഖ്യവും വിടുതലും ലഭിക്കുമെങ്കിൽ, രോഗമില്ല എന്ന് വിചാരിക്കുന്ന പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഒരു വ്യക്തി അയോഗ്യമായി ഇതിൽ പങ്കെടുത്താൽ എന്ത് സംഭവിക്കും? രോഗിയായി തീരും. ഒരുപക്ഷെ ആ വ്യക്തിയുടെ മരണത്തിനും അത് കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ ഒരുങ്ങി വന്നു എങ്കിലും, നാം യോഗ്യരായി വന്നിരിക്കുന്നു എങ്കിലും, ഒരു വേള നമ്മുടെ ഉള്ളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞിട്ട്, നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞിട്ട് നമ്മിൽ എന്തെങ്കിലും അയോഗ്യതയുണ്ടോ എന്ന് നോക്കണം. കർത്തൃമേശയെ കുറിച്ച് പറയുമ്പോൾ അതിൽ യോഗ്യതയുണ്ട്, അയോഗ്യതയുണ്ട്. യോഗ്യതയോടെ പങ്കെടുക്കാം, അയോഗ്യതയോടെ പങ്കെടുക്കരുത്. അപ്പോൾ ഈ യോഗ്യത എന്താണ്, അയോഗ്യത എന്താണ്? യോഗ്യത നാം വർഷങ്ങളായിട്ട് കേൾക്കുന്നതാണ്. നാം ഇതിനു മുൻപും കർത്തൃമേശയിൽ പങ്കെടുത്തിട്ടുണ്ട്, അതിൽ പങ്കുകാരായിട്ടുണ്ട്. നമ്മുടെ പ്രിയ ദേവദാസന്മാർ നമ്മെ പ്രബോധിപ്പിച്ചിട്ടുണ്ട്, ഉപദേശിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് യോഗ്യതകളെന്ന്. കർത്താവിന്റെ മേശ ഇന്നത്തെ കാലത്ത്, ഈ അന്ത്യകാലത്ത് വളരെ ദുരുപദേശ പ്രകാരം, ഹല്ലേലൂയ, ദുരുപദേശം മാത്രം പ്രസംഗിച്ച് നടക്കുന്ന ഒരു കൂട്ടർ, ഇത് ആർക്കും പങ്കെടുക്കാം, ആർക്കും ഇതിൽ നിന്ന് ഭക്ഷിക്കാം, ഇത് സകല ലോകത്തിന് വേണ്ടി ഉള്ളത് എന്നൊക്കെ പറഞ്ഞുള്ള ദുരുപദേശങ്ങളിലൂടെ ഇന്ന് അനേകരെ കുഴച്ചു മറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നാം ഇതേക്കുറിച്ച് വളരെ ബോധമുള്ളവരായിരിക്കണം. ആ രീതിയിലുള്ള ഉപദേശം പരത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ ഞാൻ ഒരു ദിവസം വിളിച്ചു ചോദിച്ചു, സഹോദര, താങ്കൾ പറയുന്നത് ശരിയാണെങ്കിൽ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോഴും 7 അപ്പം കൊണ്ട് 4000-ലധികം പേരെ പോഷിപ്പിച്ചപ്പോഴും കർത്താവ് എന്തുകൊണ്ട് ഈ മേശ അവരെ ഏൽപ്പിച്ചു കൊടുത്തില്ല? അല്ലെങ്കിൽ ഇത് എന്റെ ശരീരമെന്നും ഇത് എന്റെ രക്തമെന്നും പറഞ്ഞുകൊണ്ട് കർത്താവ് എന്തുകൊണ്ട് അവിടെ അത് ചെയ്തില്ല? എന്തുകൊണ്ട് തന്നോടുകൂടെ സകല കഷ്ടപ്പാട് അനുഭവിക്കുകയും തന്നിൽ നിന്ന് കേട്ട് പഠിക്കുകയും തന്റെ പ്രയാസത്തിലും തന്റെ സന്തോഷത്തിലും തന്റെ ദുഃഖത്തിലും എല്ലാം കൂടെ നിൽക്കുകയും ചെയ്ത കർത്താവിനെ പറ്റിച്ചേർന്ന് നിന്ന ഒരുപെട്ട ശിഷ്യന്മാരെ കൊണ്ടാണ് കർത്താവ് ഈ മേശ സ്ഥാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമാണ്,
കർത്താവിന്റെ മേശയിൽ പങ്കുകാരാകണമെങ്കിൽ നമുക്ക് യോഗ്യത ആവശ്യമാണ്. യോഗ്യരല്ലാത്തവർ ഇതിൽ പങ്കെടുക്കരുത്. എന്താണ് യോഗ്യത? അത് അക്കമിട്ട് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ചിലർ ചോദിക്കുന്ന ചോദ്യമാണ്. ഈ യോഗ്യതകളൊക്കെ അക്കമിട്ട് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ബ്രദറെ? സ്തോത്രം, ഹല്ലേലൂയ. വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ സ്തോത്രം അക്കമിട്ട് യോഗ്യതകൾ അവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ അപ്പോൾ നാം എങ്ങനെ ഇതും ഒരു കാര്യം നമ്മൾക്കറിയാം, യോഗ്യതയോടെ മാത്രമേ നാം ഇതിൽ ഭാഗവാക്ക് ആകാവൂ. അപ്പോൾ ആ യോഗ്യത നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുന്നു. അവർ സ്തോത്രം എടുക്കണ്ട, അവർ ഹല്ലേലൂയ ഒരുമിച്ച് കൂടി വന്ന് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും അപ്പം നുറുക്കിയും കഴിഞ്ഞു പോകുന്നു. അവർ എപ്പോഴൊക്കെ കൂടി വന്നോ എന്ന് വെച്ചാൽ ആദിമസഭയിലെ 3000, 5000, 10000 അവർ എപ്പോഴൊക്കെ കൂടി വന്നോ അവർ രണ്ട് കാര്യം ചെയ്തു. അവർ ഒരുമനപ്പെട്ട് കൂടി വന്നു. 2, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കൈക്കൊണ്ടു. 3, അവർ അപ്പം നുറുക്കി, അവർ കർത്തൃമേശ ആചരിച്ചു. അന്ന് കർത്തൃമേശയിൽ ഭാഗവാക്കായവർ യോഗ്യരായിരുന്നു. സ്തോത്രം. അപ്പോൾ നമുക്ക് വേണ്ട യോഗ്യത എന്താണ്? അവർക്ക് എന്ത് യോഗ്യതയുണ്ടോ അത് നമുക്കുണ്ടായിരിക്കണം. വളരെ എളുപ്പമാണ്, വളരെ എളുപ്പം. വലിയ തിയോളജിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ആദിമസഭയിൽ കർത്തൃമേശയിൽ പങ്കുകാരായ വിശ്വാസ സമൂഹത്തിന് എന്ത് യോഗ്യത ഉണ്ടായിരുന്നോ ഇന്നും ഈ നിമിഷവും കർത്തൃമേശയിൽ ഭാഗവാക്കാകുന്നവർക്ക് ആ യോഗ്യത ഉണ്ടായിരിക്കണം. നമ്പർ 1, അവരെല്ലാം സുവിശേഷം കേട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ചവർ ആയിരുന്നു. ഒന്നാമത്തെ യോഗ്യത സുവിശേഷം കേട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ചവർ. 2, അവരെല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് ഹൃദയത്തിൽ സ്വീകരിക്കുകയും വായ കൊണ്ട് അത് ഏറ്റുപറയുകയും ചെയ്തവർ. അവർക്കുണ്ടായിരുന്ന രണ്ടാമത്തെ യോഗ്യത. അപ്പോൾ നമുക്കും ഉണ്ടായിരിക്കേണ്ട രണ്ടാമത്തെ യോഗ്യത അഥവാ കർത്തൃമേശയിൽ ഭാഗവാക്കാകുവാൻ വേണ്ട രണ്ടാമത്തെ യോഗ്യത. മൂന്നാമത്തെ യോഗ്യത നോക്കിയാൽ അവരെല്ലാവരും സുവിശേഷം കേട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് മനസാന്തരപ്പെട്ട് കർത്താവിൽ വിശ്വസിച്ച് കർത്താവിനെ ഏറ്റുപറഞ്ഞ് അതിനുശേഷം ഒരു സ്നാപകന്റെ കൈക്കീഴിൽ അവർ ജലത്തിൽ ഇറങ്ങി കൽപ്പന അനുസരിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെട്ടവരായിരുന്നു. യോഗ്യതകൾ പറഞ്ഞു പോയാൽ അടുത്ത യോഗ്യത നമ്മൾ അവരിലേക്ക് നോക്കുക. ആദിമസഭയിലേക്ക് നമ്മുടെ ശ്രദ്ധ ചെല്ലണം. സ്തോത്രം. അടുത്ത യോഗ്യത അവർക്ക് എന്തായിരുന്നുള്ളത്? സ്തോത്രം. അവർ സകലതും ചപ്പും ചവറവും നിന്നിട്ട് ക്രിസ്തുവിന് വേണ്ടി തന്റെ ജീവനെ കൊടുത്തവരാ. സ്തോത്രം. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ അവർ തയ്യാറായവരാ. സ്തോത്രം. അടുത്ത യോഗ്യത അവരൊക്കെയും പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചവരോ പരിശുദ്ധാത്മ അഭിഷേകത്തിനായി കാത്തിരുന്നവരോ ആയിരുന്നു. നമുക്ക് വേണ്ടതായ അടുത്ത യോഗ്യത ഹല്ലേലൂയ ഈ കർത്തൃമേശയിൽ ഭാഗവാക്കാകുവാൻ വേണ്ട അടുത്ത യോഗ്യത പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചവരായിരിക്കണം. പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി സ്തോത്രം പ്രാപിച്ചിട്ടില്ല എങ്കിൽ പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി തങ്ങളെ തന്നെ വിശുദ്ധിയോടെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരായിരിക്കണം. നാം അവരിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാവുന്ന അടുത്ത യോഗ്യത സ്തോത്രം ഇതെല്ലാം വിശുദ്ധ വചനപ്രകാരമാണ്. നാം വചനം പൂർണ്ണമായി പഠിക്കുമ്പോൾ ഇത് പലയിടത്ത് എഴുതപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. അടുത്തതായിട്ട് നാം നോക്കുമ്പോൾ അവർ ജീവിതത്തിൽ വേർപാട് ആചരിച്ചവരായിരുന്നു. നമുക്ക് വേണ്ട ഒരു യോഗ്യതയാണ് നാം വേർപാട് ആചരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നവരായിരിക്കണം. അങ്ങനെ വേർപാട് ആചരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ വേഷഭൂഷാദികളിലും നമ്മുടെ വസ്ത്രാലങ്കാരങ്ങളിലും നമ്മുടെ ജീവിതത്തിലും നാം ലാളിത്യം സൂക്ഷിക്കുന്നവരായിരിക്കണം. അതുകൊണ്ട് തന്നെ ആണ് ആഭരണധാരികളെ ഈ കർത്തൃമേശയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. കാരണം ആഭരണ ധാരണം എന്ന് പറയുമ്പോൾ അത് സ്വതന്ത്രം ലാളിത്യമായ ജീവിതമല്ല, അത് ഒരു അല്ലെങ്കിൽ ആർഭാടപൂർണമായ ജീവിതമാണ്. അല്ലെങ്കിൽ ഒരു വിശ്വാസി കർത്താവിന് വേണ്ടി സ്വന്തം ജീവനെ വില കൊടുക്കുവാനായി എടുക്കുന്നതായ ഒരു വിശ്വാസി ആർഭാട ജീവിതം നയിക്കുവാൻ പാടില്ല. ഇത് അപ്പോസ്തലന്മാരുടെ ഉപദേശമായിരുന്നു. അപ്പോൾ നാം കേട്ടു അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ നിലനിന്നവരാണ് കർത്തൃമേശയിലേക്ക് കരങ്ങൾ നീട്ടിയത്. അതുപോലെ തന്നെ ഇതിൽ ശുശ്രൂഷിക്കുന്നവർക്ക് യോഗ്യത ഉണ്ട്. കർത്താവിനാൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരായിരിക്കണം. സ്വന്തം കർത്താവിൽ നിന്ന് ശുശ്രൂഷ പ്രാപിച്ചവരായിരിക്കണം. വേറൊരു ദൈവദാസന്റെ കീഴിൽ ശിഷ്യത്വം സ്വീകരിച്ച് കർത്താവിന്റെ ശിഷ്യത്വം സ്വീകരിച്ച് പരിശീലനം ലഭിച്ചവനായിരിക്കണം. തന്റെ വിശുദ്ധ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് മാതൃക കാട്ടുന്നവനായിരിക്കണം. ഇതെല്ലാം യോഗ്യതകളാണ്. നമ്മയൊക്കെയും യോഗ്യരാക്കി
ദൈവസന്നിധിയിൽ കർത്തൃമേശയിൽ പങ്കെടുക്കുവാനായിട്ട് കൊണ്ടുവന്ന കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇനി എന്താണ് അയോഗ്യത? യോഗ്യത പറഞ്ഞപ്പോൾ നാം എല്ലാം കൈയടിച്ചത് സ്വീകരിക്കുക, സ്തോത്രം പറയുകയാണ്. എന്താണ് അയോഗ്യത? സ്തോത്രം. ഞാൻ ഇതേക്കുറിച്ച് പറയുമ്പോൾ വളരെ പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് ഒരു ഉദാഹരണം പറയാം. നാം ചോദിക്കാം, ചിലർ ചോദിക്കും, എങ്ങനെ അയോഗ്യരാകുന്നത്? യോഗ്യരായവർ എങ്ങനെ അയോഗ്യരാകുന്നത്? എന്താ ബ്രദറെ, എന്ത് പറയുന്നു? യോഗ്യതയും അയോഗ്യതയും ചേർന്ന് പോകുമോ? യോഗ്യരായിരിക്കുന്നവർ അയോഗ്യരാകാമോ? വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ടത്, വളരെ ആഴത്തിൽ. എന്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഉദാഹരണം, ഈ അബുദാബി പട്ടണത്തില് നമുക്കെയും ഡ്രൈവ് ചെയ്യുന്നവരാണ്, നമുക്കെല്ലാം ലൈസൻസ് ഉണ്ട്, മിക്കവാറും എല്ലാവർക്കും ലൈസൻസ് ഉണ്ട് ഇവിടെ, ഇല്ലേ? അബുദാബി പട്ടണത്തിൽ ഒരു 4 വീലർ ഡ്രൈവ് ചെയ്യാനുള്ള യോഗ്യത എന്നതാണ്. ഇവിടുത്തെ സ്കൂളിൽ പഠിച്ച് ഇവിടുത്തെ ലൈസൻസ് കരസ്ഥമാക്കി കഴിഞ്ഞാൽ അബുദാബി പട്ടണത്തിൽ മോട്ടോർ വാഹനം ഓടിക്കുവാനുള്ള യോഗ്യത നാം നേടിക്കഴിഞ്ഞു. അയോഗ്യരാണോ? സ്തോത്രം. പക്ഷേ നാമല്ല, വിശ്വാസ സമൂഹമല്ല, ഒരു അവിശ്വാസി ഇതുപോലെ യോഗ്യത നേടിയ ഒരു വ്യക്തി ഒരു ദിവസം മദ്യപിച്ചു വന്നിരിക്കട്ടെ, സ്തോത്രം, അവൻ യോഗ്യനാണ്. വളരെ അടുത്ത് ചിന്തിക്കണം. അവൻ ആ മോട്ടോർ വാഹനം അബുദാബിയിൽ ഓടിക്കാൻ യോഗ്യനാണ്, ലൈസൻസ് കയ്യിലുണ്ട്. പക്ഷെ മദ്യപിച്ചു വന്നിരിക്കട്ടെ, അവൻ വണ്ടി ഓടിക്കാൻ കഴിയുമോ? ഇവിടുത്തെ നിയമം അത് വിലപ്പോൾ അവന്റെ നൊടി നേരത്തെ ഒരു പ്രവൃത്തി കൊണ്ട്, അവന്റെ ഒരു ബലഹീനത കൊണ്ട് അവന്റെ യോഗ്യതയിൽ തന്നെ അവൻ അയോഗ്യനായി. ഈ ഒരു ഉദാഹരണത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. നാം സുവിശേഷം കേട്ടു, സുവിശേഷത്തിൽ വിശ്വസിച്ചു, മാനസാന്തരപ്പെട്ടു, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചു, ജലത്തിലിറങ്ങി ഒരു സ്നാപകന്റെ കൈക്കീഴിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു, വേർപാടോടെ വിശുദ്ധിയോടെ നാം ജീവിക്കുന്നു, നാം യോഗ്യരാണ്. അങ്ങനെ യോഗ്യരായി വന്നിരിക്കുന്ന നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും അയോഗ്യത ഉണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ. ഈ അയോഗ്യത നൈമിഷികമാണ്, യോഗ്യത എന്നത്തേക്കുമുള്ളതാണ്. നാം കർത്താവിൽ വിശ്വസിച്ച് കർത്താവിനെ സ്വീകരിച്ച് രക്ഷിക്കപ്പെടുക മൂലം നാം എന്നത്തേക്കും ഇതിന് യോഗ്യരായി കഴിഞ്ഞു. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന ചില ബലഹീനതകൾ നമ്മെ ഇതിൽ നിന്ന് അയോഗ്യരാക്കും. അതിലുള്ള ചില കാര്യങ്ങളിലേക്ക്, വളരെ ചുരുക്കം ചില കാര്യങ്ങളിലേക്ക് നാം ഒരു ധ്യാനത്തിലേക്ക് ഇപ്പോൾ കടന്നുപോയി. സ്തോത്രം. നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് നോക്കാം. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് വളരെ തന്റെ ശുശ്രൂഷ കാലത്ത് ഉപയോഗിച്ച ഒരു പദം ഞാൻ ഉപയോഗിക്കുകയാണ്. അത് പിൽക്കാലത്ത് ശിഷ്യന്മാർ ഉപയോഗിച്ചു, പൗലോസ് ഉപയോഗിച്ചു. ആ വാക്കാണ് പുളിച്ച മാവ്. പുളിച്ച മാവ്. ദൈവരാജ്യത്തെ കുറിച്ച് ഒരു ഉപമ പറഞ്ഞപ്പോൾ മാത്രമാണ് കർത്താവ് പുളിച്ച മാവ് എന്നത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലാതെ കർത്താവ് എവിടെയൊക്കെ പുളിച്ച മാവ് ഉപയോഗിച്ചോ അത് നമ്മുടെ ബലഹീനതയാണ് കാണിക്കുന്നത്, അത് പാപത്തെ കാണിക്കുന്നതാണ്. പുളിപ്പ് പാപത്തെ കാണിക്കുന്ന. കൊരിന്ത്യർ 1 കൊരിന്ത്യർ 5 പൗലോസ് എഴുതുന്നു, ഹല്ലേലൂയ, അസാരം പുളിച്ച മാവ് പിണ്ടത്തെ മുഴുവൻ. ഓർത്ത് നോക്കുക, നാം ഒരു കൂട്ടായ്മയായിട്ട് ഇന്ന് കർത്തൃമേശയിലായിരിക്കുമ്പോൾ സ്തോത്രം, ഒരു വ്യക്തിയിലുള്ള ഒരു പുളിപ്പ് സ്തോത്രം ആ പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുമാറാകാം. അപ്പോൾ എത്ര ഗൗരവത്തോടെ നാം ഇതിലേക്ക് കാണും. കർത്താവ് പുളിച്ച മാവിനെ കുറിച്ച് പറയുമ്പോൾ ചില പ്രയോഗങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. ഹേരോദാവിന്റെ പുളിച്ചമാവ്, പരീശന്മാരുടെ പുളിച്ചമാവ്, സദൂക്യരുടെ പുളിച്ചമാവ്. ഇത് നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് എത്തി നോക്കുവാനായിട്ട് ചില കാര്യങ്ങൾ പറയാം. ഈ പരീശന്മാരുടെ പുളിച്ചമാവ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പരീശന്മാരിലുള്ള ഒരു ദോഷമാണ്. ഈ ദോഷം നമ്മളിൽ ഉണ്ടാകുമോ? അപ്പോൾ എന്താണ് പരീശന്മാരുടെ ഉള്ളിലുണ്ടായ ദോഷം? അവർ രക്ഷയെ തടുക്കുന്നവരായിരുന്നു, മിശിഹായെ അംഗീകരിക്കാത്തവർ, മറ്റുള്ളവരെ കൂടെ രക്ഷയിലേക്ക് വരുന്നതിലെ അവർ തടഞ്ഞിരുന്നു. അതിനൊക്കെ അപ്പുറത്ത് അവരിലുണ്ടായിരുന്ന ദോഷമായിരുന്നു, അവർ സ്വയം നീതിജ്ഞരായിരുന്നു, അവർ സ്വയമായി നീതീകരിക്കുന്നവരായിരുന്നു. എത്ര കൊടിയ പാപം ചെയ്തിട്ടും അവർ സ്വയമേ നീതീകരിക്കുന്നവരായിരുന്നു. സോദരൻ, അപ്പോൾ പരീശന്മാരുടെ പുളിച്ച മാവ് എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, അവരിൽ കുടികൊണ്ടിരുന്നതായ ആ പാപ സ്വഭാവത്തെ കാണിക്കുന്നു. ഇത് നമ്മിലുണ്ടോ എന്ന് ഇപ്പോൾ ഈ നിമിഷം നമ്മളൊന്ന് നോക്കണം. നമ്മൾക്ക് ഈ സ്വയനീതി എന്നുള്ള ആ ദ്രോഹം നമ്മുടെ ഉള്ളിലുണ്ടോ? ദോഷം നമ്മുടെ ഉള്ളിലുണ്ടോ? നമ്മൾ ഏതെങ്കിലും വിധത്തിൽ മറ്റുള്ളവരെ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നതിന് ഒരു വിലങ്ങുതടിയായി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിന്നിട്ടുണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ. ഹേരോദാവിന്റെ പുളിച്ചമാവിനെ കുറിച്ച് പറയുമ്പോഴും സദൂക്യരുടെ പുളിച്ചമാവിനെ കുറിച്ച് പറയുമ്പോൾ കർത്താവ് പറയുന്നു അത് അവരുടെ ദുരുപദേശമാണെന്ന്. സ്തോത്രം, ഹല്ലേലൂയ. ഏതെങ്കിലും വിധത്തിലുള്ള ദുരുപദേശം
നമ്മുടെ ഉള്ളിൽ വചനവുമായി ബന്ധമില്ലാത്ത എന്തെങ്കിലും ദുരുപദേശം നമ്മുടെ ഉള്ളിൽ നമ്മൾ അടക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മുടെ ഉള്ളിനെ നമ്മൾ ഇന്ന് തുറക്കണം, നമ്മുടെ ഹൃദയത്തെ ഇന്ന് തുറക്കണം. ആ ഹൃദയത്തെ തുറന്ന് നമ്മളൊന്ന് നോക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഈ വചനവുമായി തടിച്ചു നോക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. അതുപോലെ പൗലോസ് പുളിച്ച മാവിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്, തിന്മയും ദോഷവുമാകുന്ന പുളിച്ച മാവ്. സ്തോത്രം. ഹല്ലേലൂയ. തിന്മയും ദോഷവും അകൃത്യവുമാകുന്ന ദോഷവുമാകുന്ന പുളിച്ച മാവ് നമ്മൾ ഉണ്ടാകുവാൻ പാടില്ല. വേറൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പൗലോസ് അവിടെ എഴുതുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പഴയ പുളിച്ച മാവ്. സ്തോത്രം. പഴയ പുളിച്ച മാവ്. ഈ പഴയ പുളിച്ച മാവ് എന്ന് പറയുന്നത് പാരമ്പര്യമാണ്. സ്തോത്രം. നമുക്കെയും പാരമ്പര്യത്തിൽ സ്തോത്രം പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ വീണ് പോകുന്നവരാ. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുവാൻ ഹല്ലേലൂയ പ്രയാസമായിട്ട് ഈ പഴയ മനുഷ്യനെ പറയുന്നത് പഴയ പുളിച്ച മാവെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ചെറിയ ചിന്തകളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഉള്ളിലേക്ക് നമുക്കൊന്ന് നോക്കുവാൻ, ഒന്ന് തിരിഞ്ഞു നോട്ടം ഉണ്ടാകുവാനായിട്ട് ഈ സമയം നമുക്ക് ചിലവഴിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് പുതിയ നിയമത്തിൽ നിന്ന് ഒരു ഭാഗം വായിക്കാം. പ്രിയ കർത്തദാസനെ അതിനെ ഞാൻ മുന്നോട്ട് ക്ഷണിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 27 അധ്യായം 27 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ നിർത്തി ഉച്ചത്തിൽ വായിച്ച് സഹായിക്കുമല്ലോ. ഈ ഭാഗം വായിക്കുമ്പോൾ ഓരോ വാക്യവും നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് കർത്താവ് നമുക്ക് വേണ്ടി ഏറ്റ പങ്കപ്പാട് അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് നമ്മുടെ ഹൃദയം, നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവ്, നമ്മുടെ വികാരം, നമ്മുടെ ചിന്ത എല്ലാം, നമ്മുടെ ഭാവം എല്ലാം കർത്താവിന്റെ സന്നിധിയിലേക്ക് വെച്ചിട്ട് നമുക്ക് പൂർണ്ണ വിശുദ്ധിയോടുകൂടി ഈ മേശയിൽ പങ്കെടുക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രിയ കർത്തദാസൻ ഇപ്പോൾ ആ ഭാഗങ്ങൾ വായിക്കുന്നതായിരിക്കും. അനന്തരം നാടുവാഴിയുടെ പടയാളികൾ യേശുവിനെ ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം അവന്റെ നേരെ വരുത്തി അവന്റെ വസ്ത്രം അഴിച്ച് ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു. മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞ് അവന്റെ തലയിൽ വെച്ചു. വലങ്കയിൽ ഒരു കോലും കൊടുത്തു. അവന്റെ മുമ്പിൽ മുട്ടുകുത്തി, യഹൂദന്മാരുടെ രാജാവേ, ജയ ജയ എന്ന് പരിഹസിച്ചു പറഞ്ഞു. പിന്നെ അവന്റെ മേൽ തുപ്പി കോലെടുത്ത് അവന്റെ തലയിൽ അടിച്ചു. അവനെ പരിഹസിച്ചു തീർന്നപ്പോൾ മേലങ്കി നീക്കി അവന്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ചു ക്രൂശിപ്പാൻ കൊണ്ടുപോയി. അവൻ പോകുമ്പോൾ ശീമോൻ എന്നു പേരുള്ള കുറേനേക്കാരനെ കണ്ടു. അവനെ ക്രൂശുമപ്പാൻ നിർബന്ധിച്ചു. തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗഥ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവന് കയ്പ് കലക്കിയ വീഞ്ഞു കുടിപ്പാൻ കൊടുത്തു. അത് രുചി നോക്കിയാറെ അവന് കുടിപ്പാൻ മനസ്സായില്ല. അവനെ ക്രൂശിൽ തറച്ച ശേഷം അവർ ചീട്ടിട്ടു അവന്റെ വസ്ത്രം ബൗത്തെടുത്തു. അവിടെ ഇരുന്നു കൊണ്ട് അവനെ കാത്തു. യഹൂദന്മാരുടെ രാജാവായ യേശു എന്ന് അവനെ കുറ്റസംഗതി എഴുതി അവന്റെ തലയ്ക്ക് മീതെ വെച്ചു. വലത്തും ഇടത്തുമായി 2 കള്ളന്മാരെയും അവനോടുകൂടെ ക്രൂശിച്ചു. കടന്നു പോകുന്നവർ തലകുലുക്കി അവനെ ദുഷിച്ചു. മന്ദിരം പൊളിച്ചു 3 നാൾ കൊണ്ട് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്ക, ദൈവത്തിനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും പരിഹസിച്ചു. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ താൻ രക്ഷിപ്പാൻ കഴിയുകയില്ല. അവൻ ഇസ്രായേലിന്റെ രാജാവ് ആകുന്നുവെങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ, എന്നാൽ ഞങ്ങൾ അവനിൽ വിശ്വസിക്കും. അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. അവർ ഇവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇപ്പോൾ വിടിയിക്കട്ടെ. ഞാൻ ദൈവത്തിനെന്ന് അവർ പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അവനോട് കൂടെ ക്രൂശിച്ച കള്ളന്മാരും അവനെ നിന്ദിച്ചു. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം കർത്താവേ, സ്തോത്രം, സ്തോത്രം. നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാൻ, കർത്താവിനെ സ്തുതിക്കാൻ ഹൃദയം കർത്താവിന്റെ മുമ്പാകെ നമുക്ക് പകരാം. കർത്താവിന്റെ സന്നിധി നമുക്ക് പകരാം. സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. മഹാപരിശുദ്ധനായ ദൈവമേ, നിത്യനായ ഞങ്ങളുടെ പിതാവേ, സ്തോത്രം. ഹല്ലേലൂയ. ഈ നിമിഷം വരെ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തുതിച്ച് മഹത്വപ്പെടുന്ന കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾക്ക്
കൂട്ടായ്മയായിട്ട് ഒരുമിച്ച് ഹല്ലേലൂയ ഒരുക്കത്തോടുകൂടി കർത്താവേ സ്തോത്രം അവിടുത്തെ മേശയിലേക്ക് കടന്നു വരുവാൻ തന്നിരിക്കുന്ന ഈ അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ സ്തോത്രം. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഏറ്റിയ അടികൾ കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച പങ്കപാടികൾ പിതാവേ, അവിടുന്ന് ഏറ്റ തുപ്പൽ കർത്താവേ സ്തോത്രം, അവിടുന്ന് ഏറ്റ കോലക്കെട്ടുള്ള അടികളപ്പ പിതാവേ, ഹല്ലേലൂയ അവിടുത്തെ കരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയതായ ഇരുമ്പാടികളപ്പ, എന്റെ കാൽപാദത്തിലേക്ക് ആഴ്ന്നിറങ്ങിയ ഇരുമ്പാടികൾ കർത്താവേ സ്തോത്രം, അവിടുത്തെ വിലാപം തുളയ്ക്കപ്പെട്ടത് കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ അപ്പാ പിതാവേ, ഇതെല്ലാം ഞങ്ങൾ കാണുന്നപ്പാ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞങ്ങൾക്ക് ആത്മാവിൽ ദർശിക്കുവാനപ്പ പിതാവേ. ഹല്ലേലൂയ ഹൃദയദൃഷ്ടിയെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കണമേ കർത്താവേ. ഏറ്റവും ഒരുക്കത്തോട് കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ ഈ മേശയിൽ പങ്കാളികളാകുവാൻ ഞങ്ങളെ ഏൽപ്പിച്ചിരുന്ന പിതാവേ സ്തോത്രം. പ്രാർത്ഥന കേൾപ്പിക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു യേശുവിന്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അതുകൊണ്ടും തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങൾ പലരും ബലഹീനരും രോഗികളുമാകുന്നു. അനേകർ നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട നുറുക്കപ്പെട്ട നമ്മുടെ കർത്താവിന്റെ ശരീരത്തെ സ്തോത്രം ഓർക്കുന്ന ഈ അവസരത്തിൽ ഹല്ലേലൂയ സ്തോത്രം. ഈ അപ്പത്തെ നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങളുടെ ദൈവമേ കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. അനേക ധാന്യമണികൾ പൊടിച്ച് ചേർത്ത് പാകം ചെയ്തെടുത്തതായി അപ്പത്തെ കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. അവിടുത്തെ അദൃശ്യ കരങ്ങളിലേക്ക് ആണി പഴുതുള്ള അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, ഇത് അവിടുന്ന് വാങ്ങി വാഴ്ത്തി അനുഗ്രഹിച്ച പെരുമാറാണമേ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഹല്ലേലൂയ അനുഗ്രഹത്തിന് വേണ്ടി ഞങ്ങളുടെ ശരീരങ്ങളിലെ രോഗശാന്തിക്ക് വേണ്ടി ഹല്ലേലൂയ ഞങ്ങൾ വിശുദ്ധിയോടെ വിശ്വാസ ജീവിതം കഴിക്കുവാനായിട്ട് ഞങ്ങളെ ബലപ്പെടുത്തുവാനായിട്ട് അപ്പാവേ ഇത് അനുഗ്രഹിച്ചു തരണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ നമ്മുടെ കർത്താവ് തന്റെ കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി, സ്തോത്രം 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 അത് നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് ഇപ്രകാരം അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. പല ധാന്യമണികൾ ചേർത്ത് പൊടിച്ച് പാകം ചെയ്തെടുത്ത് നാം നുറുക്കുന്ന ഈ അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയാകുന്നുവല്ലോ. അപ്പം ഒന്നാകൊണ്ട് പലരായി നാം ക്രിസ്തുവിൽ ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ഒരേ അപ്പത്തിൽ അംശമാകുന്നുവല്ലോ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹം മാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയാകുന്നുവല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മാനുവേല ദൈവജാത, മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മാനുവേല ദൈവജാത.
നിനക്കീ വേദന വരുത്തി വെച്ചതി നീരഞ്ഞാനയ്യോ. പരമനീതിയൻ ദുരിതത്താലെന്നെ അറിവാൻ നിന്നൊരു നേരം. പരമനീതിയൻ ദുരിതത്താലെന്നെ അറിവാൻ നിന്നൊരു നേരം. പരമനിയതലറിയപ്പെട്ടിടാൻ ഇറങ്ങി വന്നല്ലോ. പരമനിയതലറിയപ്പെട്ടിടാൻ ഇറങ്ങി വന്നല്ലോ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പത്തെ അനുഗ്രഹിച്ചതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം, മഹത്വപ്പെടുത്താം. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം നമ്മുടെ കർത്താവ് പാനപാത്രം എടുത്തു, സ്തോത്രം ചൊല്ലി, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെ ഇവന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. മല പോലെ ശാപം വലിച്ചിറങ്ങിയ നീലത്തിൻ പാതകം മൂലം മല പോലെ ശാപം ചൊരിച്ചിറങ്ങിയ നീലത്തിൻ പാതകം മൂലം അണിഞ്ഞു നീ ശാപം തലയിൽ കൊണ്ടിട വലിമറിട്ടല്ലോ. അണിഞ്ഞു നീ ശാപം തലയിൽ കൊണ്ടിട വലിമറിട്ടല്ലോ. നന്ദികൾക്കായി നരരെ നരക അഗ്നിയിൽ നിന്നു നേടാം. നന്ദികൾക്കായി നരരെ നരക അഗ്നിയിൽ നിന്നു നേടാം. മഞ്ഞളവാതിരു പൊൻകുരുതി ചിന്തിരുന്നല്ലോ. മഞ്ഞളവാതിരു പൊൻകുരുതി ചിന്തിരുന്നല്ലോ. മനസ്സോടെ ശാപമരത്തിൽ തൂകിയ മരുവേല ദൈവജാല. മനസ്സോടെ ശാപമരത്തിൽ തൂകിയ മരുവേല ദൈവജാല. നിനക്കീ വേദന വരുത്തി വെച്ചത് നീരഞ്ഞാനല്ലോ. നിനക്കീ വേദന വരുത്തി വെച്ചത് നീരഞ്ഞാനല്ലോ. മരിച്ചവർക്കമൃതായി നിൻ ദേഹത്തെ നുറുക്കിയോ ജീവനാഥ. മരിച്ചവർക്കമൃതായി നിൻ ദേഹത്തെ നുറുക്കിയോ ജീവനാഥ. മുറിഞ്ഞുടഞ്ഞാനിൽ തെരുമയിൽ രക്തം ചൊരിഞ്ഞല്ലോ പാരിൽ.
ദൈവത്തെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താൻ നമുക്ക് ഒരുമിച്ച് ഈ കർത്തമേശ്വരുന്ന പങ്കുകാരാകുവാനായിട്ട് സ്വർഗം നമ്മളെ സഹായിച്ച് അനുഗ്രഹിച്ചതിനായി നമ്മളെ അനുവദിച്ചതിനായിട്ട് നമുക്ക് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് കർത്താവേ അവിടുത്തെ ഹല്ലേലൂയ മരണത്തെയും പുനരുത്ഥാനത്തെയും ഓർമ്മിക്കുന്ന കർത്താവേ തിരുമേശയിൽ ഞങ്ങൾ ഒരുമിച്ച് ഭാഗഭാക്കാകുവാനായിട്ട് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ വൻകൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തുതിയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ സ്തോത്രം. എല്ലാവരും ഞങ്ങൾ നന്ദി കരയുന്ന കർത്താവേ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ തന്നെയാണ് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ സ്തോത്രം. ഹല്ലേലൂയ. അപ്പവീഞ്ഞുകൾ ശേഷിച്ചിരിക്കുന്നു. ഇത് നമ്മളെ വിളിച്ചറിയിക്കുന്നത് നമ്മുടെ കർത്താവ് ഇതുവരെയും വന്നിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. നാം അവന്റെ വരവിനായി ഒരുക്കപ്പെട്ട് കാത്തിരിക്കുവാൻ മധ്യസ്ഥരാകുന്ന സ്തോത്രം നാമപ്രകാരമായിരിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ സ്തോത്രം. ഹല്ലേലൂയ. ഈ വിശേഷത്തിന്റെ ഹല്ലേലൂയ സത്യം ഗ്രഹിച്ച് ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഇനി അനേകർ പുറത്ത് നിൽക്കുന്നു. സ്തോത്രം. അവരുടെ നടുവിലേക്ക് ഇറങ്ങി ചെല്ലുവാനായിട്ട് ഒരു ശക്തി പ്രാപിക്കലാകണം. ഓരോ കർത്തൃമേശയിൽ നിന്ന് കർത്താവ് തന്റെ ശരീരം നമുക്ക് ഒരുക്കി തരികയും കർത്താവ് തന്റെ രക്തം നമുക്ക് പാനീയമായി നൽകുകയും ചെയ്തത് ഹല്ലേലൂയ കർത്താവ് ഇവിടെ ചെയ്ത ആ പ്രവൃത്തികൾ തുടർന്നുകൊണ്ട് പോകുവാൻ വേണ്ടിയാണ്. കർത്താവ് ചെയ്തു വന്നതുപോലെ ജനത്തിനിടയ്ക്ക് ഇറങ്ങി ചെന്നിട്ട് സ്തോത്രം കർത്താവിനെ അവരുടെ നടുവിൽ മഹത്വപ്പെടുത്തി സ്തോത്രം അനേകരെ ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ ഹല്ലേലൂയ നമ്മെ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. തമ്മിൽ സമാധാനമായിരിപ്പിൻ. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ. ബലഹീനരെ താങ്ങുവിൻ. എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പിൻ നോക്കുവിൻ. തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ. എപ്പോഴും സന്തോഷിപ്പിൻ. ഇടതടവില്ലാതെ പ്രാർത്ഥിപ്പിൻ. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ ഇഷ്ടം. ആത്മാവിനെ ഒരിക്കലും കെടുക്കരുത്. പ്രവചനം ഒരിക്കലും തുച്ഛീകരിക്കരുത്. സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിൻ. സകലവിധ ദോഷവും വിട്ട് അകലുവിൻ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ പ്രാണനും നിങ്ങളുടെ ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്ദ്യമായി വെളിപ്പെടുമെണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു. അവൻ അത് നിവർത്തിക്കും. സഹോദരന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. സകല സഹോദരന്മാരെയും വിശുദ്ധ ചുമനത്താൽ വന്ദനം ചെയ്യുവീൻ. കർത്താവാണ് സഹോദരന്മാരെയൊക്കെയും ഈ ലേഖനം വായിച്ച് കേൾപ്പിക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നാം എല്ലാവരും കൂടെ ഇരിക്കുമാറാകട്ടെ. നാം ഒരു ഈരടിപ്പാട്ട് പാടുമ്പോൾ സഹോദരിമാർ തമ്മിലും സഹോദരന്മാർ തമ്മിലും വിശുദ്ധ ചുമനം കൊടുത്ത് കർത്താവിന്റെ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. സ്തോത്രം. കർത്താവ് തൻ ഗംഭീര പ്രധാന ദൈവ ദൂതശബ്ദത്തോട്